പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ റിപ്പീറ്റേഴ്സ് 2026 നീറ്റ് മെഡിക്കൽ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ എങ്ങനെ വളരെ അനായാസം നടത്താം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി അവിടെ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനായി വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ബ്രില്യൻ പാലയുടെ സൈറ്റാണ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള വിവിധ തരം കോഴ്സുകളെ പറ്റി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് റിപ്പീറ്റേഴ്സ് നീറ്റ് പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ ആദ്യമേ തന്നെ റിപ്പീറ്റേഴ്സ് നീറ്റ് എന്ന് അവിടെ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുള്ള വിവിധ റിപ്പീറ്റേഴ്സ് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് നീറ്റ് 2026 ആണ്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അതുകൊണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് റിപ്പീറ്റേഴ്സ് 2026 ഫോർ നീറ്റ് ബാച്ചിൻ്റെ ഒരു പേജ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ, റിക്വസ്റ്റ് എ കോൾ ബാക്ക്, കോഴ്സ് ബ്രോഷർ. ഈ ഒരു കോഴ്സ് ബ്രോഷറിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള A to Z കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, കോഴ്സ് വീഡിയോ, രജിസ്ട്രേഷൻ വീഡിയോ, അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് രജിസ്ട്രേഷനാണ്. രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബ്രില്യൻ പാലയുടെ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരമുള്ള സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ അനായാസം ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് IDയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡോ മറന്നുപോയി എന്നിരിക്കട്ടെ, അവിടെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ചോദ്യം സൈറ്റ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു വിൻഡോയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അതായത് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അതേ മൊബൈൽ നമ്പർ ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു SMS വഴി നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID നിങ്ങളുടെ പാസ്വേഡും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് ID വെച്ച് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ കയറുന്നതെങ്കിൽ ഇവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് മറ്റൊരു വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആകും. അവിടെ ആദ്യമേ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നുകൂടി അടിക്കുക. എന്നിട്ട് ഈ ഒരു എഗ്രി ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിൻഡോ നമുക്ക് ചേർക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ടിക്ക് ചെയ്തതിന് ശേഷം താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു OTP എൻ്റർ ചെയ്യാനുള്ള വിൻഡോ നമുക്ക് വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കായിരിക്കും വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ടായിരിക്കും ആ ഒരു OTP വന്നിരിക്കുന്നത്. അത് ഫോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ചേർക്കാം. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ ആ ഒരു OTP സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രില്യൻ പാലയുടെ സൈഡിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് കോർണറിൽ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് IDയും എഴുതിയിരിക്കുന്നത് കാണാം. ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം 12th ശേഷം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായതുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത ഏറ്റവും താഴെ ഫോർ ക്ലാസ് 12th പാസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കോഴ്സുകളുടെയും ഒരു ലിസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് നീറ്റ് മെഡിക്കൽ ബാച്ചുകളിലേക്കുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ഓഫ്ലൈനായും ഓൺലൈനായും ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നീറ്റ് മെഡിക്കൽ പ്രോഗ്രാമിന് ഈ രണ്ട് പ്രോഗ്രാമിൻ്റെയും രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ടു സെയിം തന്നെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓഫ്ലൈൻ ബാച്ചിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ റിപ്പീറ്റേഴ്സ് 2026 നീറ്റ് മെഡിക്കൽ ഓഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലൈ എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നീറ്റ് മെഡിക്കൽ ഓഫ്ലൈൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സെൻറ്ററുകളുടെ ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മുടെ സൗകര്യാർത്ഥം ഇതിലേത് സെൻറ്റർ വേണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പാലാ കേരളൈറ്റ്സ് ബാച്ച് അതിലാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്തത് സെലക്ട് പ്രിഫേർഡ് ബാച്ച്, നിങ്ങൾക്ക് ഏത് ബാച്ചാണ് വേണ്ടതെന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ജൂലൈ 2025, ഒന്ന് ജൂൺ 2025. ഞാനിവിടെ ജൂൺ 2025 സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു കാര്യം ഫില്ല് ചെയ്യാനുള്ളത് ഹോസ്റ്റൽ റിക്വയർഡ് അല്ലെങ്കിൽ ഡേ സ്കോളർ. നിങ്ങൾക്ക് ഹോസ്റ്റൽ റിക്വയർഡ് ആണോ അതോ നിങ്ങൾ ഡേ സ്കോളറായിട്ടാണോ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാനിവിടെ ഹോസ്റ്റൽ റിക്വയർഡ് എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. അതായത് എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ 10th ക്ലാസ്സിലെ മാർക്കുകളും ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് നമ്മുടെ +2 മാർക്കുകളുമാണ് നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 10th ക്ലാസ്സിലെ മാർക്കുകളൊന്ന് എൻ്റർ ചെയ്യാം. ആദ്യമേ തന്നെ സെലക്ട് സ്ട്രീം കൊടുക്കുക.
അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ CBSE ആണ് എടുത്തിരിക്കുന്നത്. അവിടെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് ആദ്യമേ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ലൈക്ക് ഇയർ ഓഫ് പാസിംഗ്, റിസൾട്ട് സ്റ്റാറ്റസ്, അതോടൊപ്പം നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സയൻസ് മാത്സ് വിഷയങ്ങളിലെ മാർക്ക്, 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനെ താഴോട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ്, നിങ്ങളുടെ 12ാം ക്ലാസ്സിലെ മാർക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. ഇത് അവിടെ സെലക്ട് സ്ട്രീം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ എഗെയിൻ ഫോർ എക്സാമ്പിൾ CBSE ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ലൈക്ക് നിങ്ങളുടെ 12ാം ക്ലാസ്സിലെ ഇയർ ഓഫ് പാസിംഗ്, റിസൾട്ട് സ്റ്റാറ്റസ്, നിങ്ങളുടെ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ 12ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ ലഭിച്ച മാർക്ക്, അതോടൊപ്പം +2ൻ്റെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെലക്ട് സ്റ്റാറ്റസിൻ്റെ അവിടെ നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടില്ല എങ്കിൽ ഇവിടെ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നേരെ ഈ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെയും +2വിലെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്ത് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്ത് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പേജിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജാണിത്. എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാം വായിച്ച് നോക്കി എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ. ആ കൺഫേം റിക്വസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനിയുള്ളത് ഫീ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീണ്ടും നമ്മുടെ ഫീ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായി മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, പേ ഓൺലൈൻ അതുപോലെ പേ വിയ ബാങ്ക് ചെല്ലാൻ എന്നുള്ളത്. ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അതിനനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ചോ വളരെ അനായാസം രജിസ്ട്രേഷൻ നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഞങ്ങളുടെ ഒരു ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സക്സസ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.